ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. മനോഹരമായ ഈ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നാം ഇതുവരെ സമാഗമന കൂടാരം ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇന്നത്തെ ക്ലാസ്സിലും സമാഗമന കൂടാരത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്ന വിഷയം എന്ന് പറയുന്നത് സമാഗമന കൂടാരം ബൈബിൾ പ്രവചനത്തിൽ എന്ന വിഷയമാണ്. നിങ്ങളുമായി ഇന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയോടെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയനാഥ, മനോഹരമായ ഈ നല്ല സമയത്തിനായ കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു പിതാവേ. ദൈവമേ, സമാഗമന കൂടാരം എന്ന വിഷയം അനേക ആളുകൾക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമുള്ളതാണല്ലോ പിതാവേ. എങ്കിലും അവിടുന്ന് ഞങ്ങൾക്ക് ഇത് പഠിക്കുവാൻ നൽകി തന്നിരിക്കുന്ന കൃപയ്ക്കായ സ്തോത്രം. അങ്ങയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അവിടുന്ന് എങ്ങനെയാണ് ഞങ്ങളെ പരിപാലിക്കുന്നതെന്ന് ഞങ്ങൾക്ക് വളരെ ആഴത്തിൽ ചിന്തിപ്പാൻ അവിടുന്ന് സഹായിക്കുന്ന കൃപയ്ക്കായ സ്തോത്രം. ദൈവമേ, സമാഗമന കൂടാരത്തിന് ശുശ്രൂഷ ഞങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം ഞങ്ങളെ ഇടപെടുന്ന രീതി എത്ര അനുഗ്രഹിക്കപ്പെട്ടതാണെന്ന് അറിയുന്നു പിതാവേ. ഇന്നത്തെ ശുശ്രൂഷയും കർത്താവ് മാനിക്കണം. സംസാരിക്കുന്ന അടിയനെയും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ മക്കളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. സ്വർഗീയ നന്മ കൊണ്ട് കർത്താവ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മാനവും മഹത്വം കർത്താവ് എടുക്കണം. യേശു കർത്താവ് നാം ചോദിക്കുമ്പോൾ ദയതോന്നി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. സമാഗമന കൂടാരം എന്ന വിഷയം നാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത് സമാഗമന കൂടാരം ബൈബിൾ പ്രവചനത്തിൽ എന്ന വിഷയമാണ്. നമുക്കറിയാം, 6000 വർഷത്തെ അല്ലെങ്കിൽ 6000-ഓളം വർഷത്തെ പഴക്കമാണ് ഈ ഭൂമിയുടെ മനുഷ്യരാശിയെ സംബന്ധിച്ച് നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കുന്നത്. ഒരുപക്ഷെ കോടാനുകോടി വർഷങ്ങൾ കൊണ്ടാണ് ഈ ഭൂമിയും അതിലെ ജൈവജാലങ്ങളും ജീവിവർഗങ്ങളൊക്കെയും നിലവിലുണ്ടായിരുന്നതെന്ന് വാദിക്കുന്ന അനേക നിരീശ്വരവാദികൾ, യുക്തിവാദികളൊക്കെയും അരങ്ങു വാഴുന്ന കാലത്താണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. ഒരുപക്ഷെ അവരെല്ലാവരും പറയും ദൈവമില്ല. ബൈബിൾ പറയുന്നു ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ദൈവമില്ല എന്ന് പറയുന്നവൻ മൂഢനാണെന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി കൃത്യമാർന്ന രീതിയിൽ പറഞ്ഞിരിക്കുമ്പോൾ നമുക്കെന്തിനാണ് അതിൻ്റെ സന്ദേഹം? നമുക്ക് വിശ്വസിക്കുവാനും നമുക്കിതിനെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം കഴിയുന്ന മറ്റ് ഒരു ഗ്രന്ഥവും ഇന്ന് ലോകത്തിലില്ല, വിശുദ്ധ ബൈബിൾ മാത്രം എന്ന് കരുതി മറ്റുള്ള പുസ്തകങ്ങൾ പഠിക്കരുതെന്നോ അതൊന്നും വിശ്വസിക്കരുതെന്നോ അല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ആധികാരികമായി ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം, ആത്യന്തികമായി വിശ്വസിക്കാൻ തക്കവണ്ണമുള്ള അടിസ്ഥാനപരമായ സത്യങ്ങൾ ഉൾക്കൊണ്ട പുസ്തകമാണ് ബൈബിൾ എന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അതുകൊണ്ട് ബൈബിൾ ചരിത്രം പറയുമ്പോൾ 6000 വർഷമായി മനുഷ്യൻ അല്ലെങ്കിൽ ആയിരിക്കുന്നു. BC 4004 മനുഷ്യൻ്റെ ഉദയമെന്ന് നമുക്ക് ചരിത്രരേഖയിലൂടെ അല്ലെങ്കിൽ വേദപണ്ഡിതന്മാർ അവകാശപ്പെടുന്നു. അപ്പോൾ നമുക്ക് ആദാം മുതൽ കാണാൻ നോക്കണം സാധിക്കുന്നത്. അങ്ങനെ ആദാം മുതൽ കാണപ്പെടുന്ന ആ ഒരു മനുഷ്യ ചരിത്രത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിവിധ രൂപങ്ങൾ നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കും. വിവിധ രൂപങ്ങൾ, അതാണ് നമുക്ക് ആദ്യമായി ചിന്തിക്കാനായിട്ട് പോകുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിവിധ രൂപങ്ങളെ നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കും. ഒന്നാമതായിട്ട്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു, ആഴത്തിൽ മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നുള്ള പദത്തിൽ നോക്കുമ്പോൾ, ആ ഒരു വാക്യത്തിൽ നോക്കുമ്പോൾ അവിടെ സൃഷ്ടിതാവായ കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കും. സൃഷ്ടിതാവായ യേശു ക്രിസ്തു എന്ന യേശു ക്രിസ്തുവിനെ കാണുവാൻ തക്കോണം സാധിക്കുന്നു. പിന്നീട് കർത്താവായ യേശു ക്രിസ്തു
ഈ ഭൂമിയിൽ ജീവിച്ച സമയം മുഴുവനും, അല്ലെങ്കിൽ ആ കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന ആ സമയം മുതൽ തൻ്റെ മരണം വരെയുള്ള സമയം വരെയും യേശു ക്രിസ്തുവിനെ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ അറിയപ്പെട്ടിരുന്നത് ഒരു പ്രവാചകനായിട്ടാണ്. മോശ പറയുന്നുണ്ട്, അല്ലെങ്കിൽ മോശയുടെ എഴുത്തിലൂടെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് മുമ്പായി ഒരു പ്രവാചകനെ ഞാൻ അയക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഒരു പ്രവാചകനാണെന്നാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ പറഞ്ഞിരിക്കുന്നവരെല്ലാവരും പറഞ്ഞിരുന്നത്, വിശ്വസിച്ചിരുന്നത് പ്രവാചകനെന്ന്. അപ്പോൾ യേശു ക്രിസ്തുവിനെ പ്രവാചകൻ എന്ന് വിളിച്ചിരുന്നവരുണ്ട്, അല്ലെങ്കിൽ യേശു ഒരു പ്രവാചകൻ്റെ സ്ഥാനം അണിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പേരാണ് യേശു ക്രിസ്തു ഉണ്ടായിരുന്നെന്ന് കാണുവാനൊക്കെ വേണം സാധിക്കും. ഏകദേശം AD 31 വരെയും യേശു ക്രിസ്തു ഒരു പ്രവാചകൻ്റെ രീതിയിലാണ് നമുക്ക് കാണാൻ തൊക്കെ സാധിക്കും. യേശു ക്രിസ്തു മരണപ്പെടുന്നവരെ, യേശു ക്രിസ്തു മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയ ശേഷം AD 1844 വരെ കർത്താവ് ഒരു പുരോഹിതൻ മാത്രമാണെന്ന് കാണുവാൻ തൊക്കെ സാധിക്കും. സമാഗമന കൂടാരത്തിൽ 2 തരത്തിലുള്ള ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരുന്ന ആളുകളെ നമുക്ക് കാണുവാൻ തൊക്കെ സാധിക്കും. അതായത് മഹാപുരോഹിതനും ഒപ്പം തന്നെ പുരോഹിതന്മാർ ധാരാളം പേരുണ്ട്. പക്ഷേ മഹാപുരോഹിതൻ എന്ന് പറയുന്നത് ഒരാൾ മാത്രമാണുള്ളത്. പക്ഷേ പിന്നീട് അതിങ്ങനെ കൂറുകളായി 24 കൂറുകളായിട്ട് മാറ്റി ഓരോരുത്തരെ അഹരോൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുമെങ്കിലും മഹാപുരോഹിതൻ എന്ന് പറയുന്നത് ഒരേ സമയത്ത് ഒരാൾ മാത്രമാണ് മഹാപുരോഹിതൻ എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഒരു പുരോഹിതനായിട്ട് നമുക്ക് കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം നമുക്ക് AD 31 മുതൽ 1844 വരെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഒരു പുരോഹിതനായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നീട് 1844 ശേഷം കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത്തെ മടങ്ങി വരവ് വരെ യേശു ക്രിസ്തു മഹാപുരോഹിതനായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. മഹാപുരോഹിതൻ യേശു ക്രിസ്തു മഹാപുരോഹിതനായിട്ട് കാണുവാൻ സാധിക്കും. പിന്നീട് 1844 ശേഷം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് വരെ, രണ്ടാം വരവ് വരെ യേശുവിനെ നമുക്ക് അവിടെ മഹാപുരോഹിതനായിട്ട് കാണുന്നു. കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരവെങ്കിൽ നമുക്ക് യേശുവിനെ ഒരു രാജാവായിട്ട് കാണുവാൻ സാധിക്കും. അവൻ രാജാവാണ് എന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ AD 1844 ശേഷം കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരവ് വരെ യേശു ഒരു മഹാപുരോഹിതനാണ്. മടങ്ങി വരുന്ന സമയത്ത് അവൻ രാജാവാണെന്ന് കാണുവാൻ സാധിക്കുന്നു. പിന്നീട് യേശു ക്രിസ്തു മടങ്ങി വന്ന് തൻ്റെ ജനങ്ങളെ ചേർത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് പോയതിനു ശേഷം പിതാവുമായിട്ടായിരിക്കുമ്പോൾ അവിടെ ഏകദേശം 1000 വർഷത്തോളം യേശു ക്രിസ്തു രാജാവ് മാത്രമായും അവിടെ കാണുന്നു. പിന്നീട് മൂന്നാമത്തെ മടങ്ങി വരവെങ്കിൽ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ കുഞ്ഞാട് അവർക്ക് വെളിച്ചമായിരിക്കും പറയുന്ന സമയത്ത് വരുമ്പോൾ അവൻ രാജാതി രാജാവായിട്ട് കിങ് ഓഫ് കിങ് നമുക്ക് യേശുവിനെ കാണുവാൻ സാധിക്കും. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു സൃഷ്ടിതാവായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒരു പ്രവാചകനായിട്ട് കാണുവാൻ സാധിക്കുന്നു. പിന്നീട് പുരോഹിതനായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുവാൻ സാധിക്കുന്നു. പിന്നീട് മഹാപുരോഹിതനായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുവാൻ സാധിക്കുന്നു. പിന്നെ രാജാവായിട്ട് കാണുവാൻ സാധിക്കുന്നു. പിന്നീട് രാജാവായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ 7 തരത്തിൽ അല്ലെങ്കിൽ 6 തരത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. സൃഷ്ടിതാവായിട്ടും പ്രവാചകനായിട്ടും പുരോഹിതനായിട്ടും മഹാപുരോഹിതനായിട്ടും രാജാവായിട്ടും രാജാവായിട്ടും അങ്ങനെ 6 തരത്തിൽ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് ഈ ഭൂമിയിൽ കാണുവാൻ അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അവിടെ നമുക്ക് കാണുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ആ സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ 1844 കർത്താവായ യേശു ക്രിസ്തു മഹാപൗരോഹിത ശുശ്രൂഷ ചെയ്യുന്ന അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രവചനങ്ങളിൽ നമുക്ക് സമാഗമന കൂടാരം നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പം ആ ലോകത്തിൻ്റെ ഗതിയിൽ ഒരു ടേണിംഗ് പോയിൻ്റാണ് 1844 എന്ന് പറയുന്നത്. അപ്പോൾ സമാഗമന കൂടാരത്തിലും മഹാപാപ പരിഹാര ദിവസം എന്ന് പറയുന്നതും ഈ 1844 എന്ന് പറയുന്നതും രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മറ്റൊരു സ്ഥാനം
മഹാപുരോഹിത ശുശ്രൂഷയിൽ കടന്നു പോവുകയാണ്. അപ്പം ഇത് മൂന്നും ഒരുമിച്ച് നിൽക്കുന്നതാണ്. ഇതാണ് മഹാപാപപരിഹാര ദിവസം, 7-ാം മാസം 10-ാം തീയതി. അവിടെ തന്നെ 1944 ഒക്ടോബർ മാസം 22-ാം തീയതി എന്ന് പറയുന്നത് അത് അവിടെയും ചരിത്രത്തിൽ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. പിന്നീട് കർത്താവായ യേശു ക്രിസ്തു പുരോഹിതത്തിൽ നിന്നും അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറുന്നു. അപ്പം മഹാപുരോഹിതനായിട്ട് അഭിഷേകം ചെയ്യപ്പെടുന്നു. അപ്പം അങ്ങനെ 3 സംഭവങ്ങളും നമുക്ക് ഒന്നിച്ച് അവിടെ കാണുവാൻ കൊള്ളം സാധിക്കും. പിന്നീട് നാം മനസ്സിലാക്കുമ്പോൾ ലോകത്തിൽ 2 വിധത്തിലുള്ള തലമുറകളെ നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കും. ബൈബിൾ പ്രവചനത്തിൽ സമാഗമന കൂടാരം എന്ന വിഷയമാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ രണ്ട് തലമുറകൾ, ഒന്ന് കായീൻ്റെ സന്താന പരമ്പരകൾ, രണ്ടാമതായിട്ട് ശേത്തിൻ്റെ സന്താന പരമ്പരകൾ അല്ലെങ്കിൽ ഹാബേലിൻ്റെ സന്താന പരമ്പരകൾ നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കും. ഹാബേലിന് പകരം ശേത്താണ് വന്നത്. അങ്ങനെ ശേത്തിൻ്റെ സന്താന പരമ്പരകൾ നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കും. ആ 2 സന്താന പരമ്പരയിൽ ഒന്ന് സാത്താന സന്തതിയായി ഈ ഭൂമുഖത്ത് എന്നേക്ക് നശിച്ചു പോകുന്ന, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു രാജാതി രാജാവായി വരുമ്പോൾ ഈ പറയുന്ന കായീൻ്റെ സന്താന പരമ്പരകളെ മുഴുവൻ നശിപ്പിച്ച് കളയുമെന്ന് കാണാൻ കൊണ്ട് സാധിക്കുന്നു. പിന്നീട് കർത്താവായ യേശു ക്രിസ്തു രാജാവായി കടന്നു വരുമ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ശേത്തിൻ്റെ വംശാവലിയായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട തലമുറയാണ് കർത്താവ് കൊണ്ടുപോകുന്നത്. അവരെയാണ് മൂന്നാമത് കൊണ്ടുവരുന്നത് കാണുവാൻ കൊണ്ട് സാധിക്കും. മൂന്നാമത് ഈ ലോകത്ത് അവരെ നമുക്ക് 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം അവരെയാണ് ഈ ഭൂമിയിൽ ദൈവം പാർപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ടുവരുന്നതെന്ന് കാണുവാൻ കൊണ്ട് സാധിക്കുന്നു. അപ്പോൾ 2 തലമുറകൾ ആ കായീൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആളുകളാണ് നമുക്ക് പലപ്പോഴും ദൈവജനത്തിന് ഇടർച്ചക്കല്ലും തടങ്കൽ പാറയുമായി നിൽക്കുന്നത് കാണുവാൻ കൊണ്ട് സാധിക്കുന്നു. ബാബിലോണിൽ അബ്രഹാമിന് വിലങ്ങ് തടിയായിട്ട് ആ ജനസമൂഹം ഉണ്ടായിരുന്നു. പിന്നെ മിസ്രൈമിലേക്ക് വരുമ്പോൾ അവിടെയും അബ്രഹാമിന് വിലങ്ങ് തടിയായിട്ട് ആ കനാന്യ സന്തതികളുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ പറയുന്ന ശപിക്കപ്പെട്ട സന്താനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. കനാൻ മണ്ണിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് അവർ പുതിയ രാജ്യം സ്ഥാപിച്ചപ്പോൾ ആ രാജ്യത്തിൽ വീണ്ടും അവർ പ്രശ്നക്കാരായി വരുന്നു. അങ്ങനെ അവർ 2 വിഭാഗമായിട്ട് തിരിഞ്ഞു നിൽക്കുമ്പോഴും അവിടെയും പ്രശ്നമുണ്ടാകുന്നുണ്ട്. അങ്ങനെ ആ അനുഗ്രഹിക്കപ്പെട്ട സന്താനങ്ങളിൽ എപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അവർ കൂടെ വരുന്നു കാണുന്നതൊക്കെ സാധിക്കുന്നു. അതേ സന്താന പരമ്പരയിലൂടെ തന്നെയാണ് നെബൂഖദ്നേസർ ബാബിലോണിയിൽ വലിയ അധികാരങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് കടന്നു വരുന്നത്. പിന്നീട് നെബൂഖദ്നേസറിന് ശേഷം മേദോ പേർഷ്യ, അതിനുശേഷം ഗ്രീസ്, പിന്നീട് റോമ സാമ്രാജ്യം എന്നൊക്കെയും കടന്നു വരുന്നത് ഈ പറയപ്പെടുന്ന ശപിക്കപ്പെട്ട സന്താന പരമ്പരയിൽ കാണാൻ സാധിക്കുന്നു. അന്ത്യകാലത്തിലേക്ക് കടന്നു വരുമ്പോൾ അന്ത്യകാലത്ത് 10 ബാധകൾ ഏൽക്കുന്നതും ഈ പറയപ്പെടുന്ന ഈ ശപിക്കപ്പെട്ട സന്താന പരമ്പരയിൽ തന്നെയാണ് നമുക്ക് കാണുവാൻ കോണം സാധിക്കും. പ്രതിമക്കളെ, ഇത് രണ്ടും കൂടെ ആ 2 തലമുറകളെ നമുക്ക് ഈ ഭൂമിയിൽ കാണുവാൻ കോണം സാധിക്കും. അപ്പം അത് തമ്മിലുള്ള പോരാട്ടമാണ് വൻ പോരാട്ടമെന്ന് കാണുവാൻ കൊണ്ട് സാധിക്കുന്നു. ഒരു അക്ഷരിക അർത്ഥം നോക്കുമ്പോൾ ദൈവജനങ്ങളും മറ്റുള്ളവരും തമ്മിലുള്ള ഒരു വലിയ ഒരു വടംവലി പോരാട്ടം, ഈ ലോകത്തിൽ നന്മ വിതയ്ക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാക്ഷ്യമായി നിലകൊള്ളുന്ന ദൈവസഭയെ മുച്ചൂട് നശിപ്പിക്കുവാൻ സാത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും അതിനെ നശിപ്പിച്ച് കളയില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൂട്ടാളികളും നമ്മുടെ ഒപ്പം ആയിരിക്കുമ്പോൾ നമുക്കെതിരെ പോരാടുന്ന ഒരു സാത്താന്യ ശക്തി നമുക്ക് ലോകത്തിൽ കാണുവാൻ കൊണ്ട് സാധിക്കും. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കൊണ്ട് സാധിക്കുന്നത്, അവരുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരുടെ യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ട് കടൽക്കരയിലെ മണൽമേൽ നിന്നു അനേക ജനസമൂഹങ്ങളെ. ഇന്ന് ദൈവത്തിൻ്റെ മൂല്യങ്ങളെ തച്ചുടയ്ക്കുന്ന, അവൻ്റെ കൽപ്പനകളെ കാറ്റിൽ പറത്തിക്കൊണ്ട്, അവൻ്റെ കൽപ്പനകളെ കീറി എറിഞ്ഞുകൊണ്ട് സാത്താൻ അതിശക്തമായ രീതിയിൽ ദൈവം മക്കളോട്, ദൈവത്തിൻ്റെ കൽപ്പനയോട് മത്സരിച്ചുകൊണ്ട് ഈ ലോകത്തിലായിരിക്കുന്നു. ഇന്ന് ദൈവമക്കളെ തെറ്റിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് അനേക ഇടങ്ങളിൽ ദൈവത്തിൻ്റെ ജനമേതാണ് അല്ലെങ്കിൽ ശപിക്കപ്പെട്ട സന്താനങ്ങൾ അല്ലെങ്കിൽ പൈശാചിൻ്റെ മക്കൾ ആരൊക്കെയാണെന്ന് തിരിച്ചറിയാതെ വിധം ഇടകലർന്നാണ് ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്നത്. ഒരുപക്ഷെ ദൈവിക വിശുദ്ധി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു.
വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദൈവമക്കളെ, അതുകൊണ്ട് നമുക്ക് ഒരുങ്ങാം. നമ്മളെ വിളിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ആ അനുഗ്രഹിക്കപ്പെട്ട തലമുറയിൽ നമുക്കും ആയിത്തീരാം. അതുകൊണ്ടാണ് നോഹയെ വിളിച്ചോ പറഞ്ഞത്, നിന്നാൽ ഈ തലമുറ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, ഈ തലമുറയിൽ നേരുള്ളവനായി കണ്ടിരിക്കുന്നു. അപ്പോൾ ഈ അന്ത്യകാലമാകുമ്പോഴത്തേക്കും നമ്മെയും ഒരു നേർമയുള്ള, നീതിയുള്ള, നല്ലൊരു തലമുറയായി നമുക്ക് മാറുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഇടവരുത്തട്ടെ. ആ 2 തലമുറയെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇവിടെ എവിടെയാണ് പ്രവചനത്തിൽ സമാഗമന കൂടാരം കടന്നു വരുന്നതെന്ന് ചിന്തിക്കുമ്പോൾ, ഈ പറയപ്പെടുന്ന ടൈം ലൈനിൽ ഈ സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ, ആ സമാഗമന കൂടാരത്തിലെ ശുശ്രൂഷയെ ബന്ധപ്പെട്ടിരിക്കുമ്പോൾ, അന്ത്യസമയത്ത് പിശാചിനെയും അവൻ്റെ കൂട്ടാളികളെ നശിപ്പിച്ച് കളയുന്നതിന് വേണ്ടി മഹാപുരോഹിതൻ മഹാപാപപരിഹാര ദിവസത്തിൽ 2 ആട്ടിൻകുട്ടികളെ തിരഞ്ഞെടുക്കും. ഒന്ന് ദൈവത്തിനുള്ളതിനെ, ഒന്ന് അസസേലിനുള്ളതിനുമായി തിരഞ്ഞെടുക്കുമ്പോൾ അസസേലിനുള്ളതിനെ മരുഭൂമിയിലേക്ക് കൊണ്ടുവിടുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. മരുഭൂമിയിലേക്ക് കൊണ്ടുവിടുന്നു. അപ്പം 1000 ആണ്ട് വാഴ്ചയ്ക്ക് ദൈവത്തിൻ്റെ മക്കളെ ദൈവം കൊണ്ടുപോകുമ്പോൾ ഈ പിശാചിൻ്റെ സന്തതികളായിരിക്കുന്ന ഈ പറയുന്ന സാത്താനെയും അവൻ്റെ കൂട്ടാളികളെയും, അല്ലെങ്കിൽ സാത്താനെയും ഈ ലോകത്ത് തന്നെ 1000 ആണ്ടത്തേക്ക് ചങ്ങലയിട്ട് നമുക്ക് ഇവിടെ ഈ ലോകത്ത് കാണുവാൻ സാധിക്കും. അതാണ് സമാഗമന കൂടാരവും പ്രവചനവും തമ്മിൽ ബന്ധത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ അസസേലിനുള്ള ആടിനെ കൊണ്ടുപോയി മരുഭൂമിയിലേക്ക് കൊണ്ടുവിടുന്നു. അവൻ ആട് അലഞ്ഞ് നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ 1000 ആണ്ട് വാഴ്ചയ്ക്കായിട്ട് ഈ പറയപ്പെടുന്ന ആട് അല്ലെങ്കിൽ ഈ പിശാചിനെ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ഈ ഭൂമിയിൽ അയക്കും. അതിൻ്റെ പ്രതീകമാണ് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ സമാഗമന കൂടാരത്തെ കാണുവാൻ സാധിക്കും. അപ്പം 7-ാം മാസം 10-ാം തീയതി എന്ന് പറയുന്നത് ദൈവജനത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണെന്ന് കാണുവാൻ സാധിക്കും. അത് തന്നെയാണ് 1944 ഒക്ടോബർ മാസം 22-ാം തീയതി നടക്കുന്നത്. അത് തന്നെയാണ് നമുക്ക് കർത്താവായ യേശു ക്രിസ്തു അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറുന്നതെന്ന് കാണുവാൻ സാധിക്കും. അതിനുശേഷമാണ് പിന്നീട് നമുക്ക് പിശാചിനെ മരുഭൂമിയിലേക്ക് തള്ളിക്കളയുന്ന കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, സമാഗമന കൂടാരവുമായി പ്രവചനം വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു. കൂടാതെ തന്നെ മറ്റൊരു കാര്യം കൂടെ നമുക്കതിൽ ചിന്തിക്കേണ്ടതുണ്ട്. 1844 വരെയുള്ള സമയത്ത് നമുക്ക് അതിൻ്റെ പ്രാകാരത്തെ കാണുവാൻ സാധിക്കും. പ്രാകാരമാണ് 1844 വരെയുള്ള സമയം. 1844 ശേഷം അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കർത്താവായ യേശു ക്രിസ്തു കടക്കുന്നു എന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ സമാഗമന കൂടാരത്തിന് 2 ഭാഗങ്ങളുണ്ട്. അത് ഒന്ന് പരിശുദ്ധ സ്ഥലം, രണ്ടാമതായിട്ട് പരിശുദ്ധ സ്ഥലം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു 1844 ഒക്ടോബർ മാസം 22-ാം തീയതി അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടക്കുമ്പോൾ ഇപ്പോഴുള്ള സമയം നമ്മളായിരിക്കുന്നത് ഏതാണ്? അതിപരിശുദ്ധ സ്ഥലത്താണ് നമ്മൾ ഓരോരുത്തർ. എന്ന് പറഞ്ഞാൽ അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ ആ അനുഭവത്തിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കണം, നമുക്ക് മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാനുള്ള സമയമാണ്. ആ കൃപയുടെ കാലം അടയാൻ പോകുന്നു. അതുകൊണ്ട് നാം ഓരോരുത്തരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് നാം ഒരിക്കൽ തെറ്റിപ്പോകാൻ ഇടവരുത്താതെ വിധം ദൈവവുമായി നല്ല അഭേദ്യമായി ബന്ധം പുലർത്തിക്കൊണ്ട് പോകാനുള്ള സമയമാണിത്. അപ്പം 1844 വരെയുള്ള സമയം പ്രാകാരമാണ്. ആ പ്രാകാരത്തിൽ എല്ലാ ആളുകളുമുണ്ട്. ലോകത്തിലെ സർവ്വ മനുഷ്യരും, നമുക്ക് എല്ലാവർക്കും പ്രാകാരം വരെ വരുവാൻ കൊണ്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയ മക്കളെ, ആ പ്രാകാരത്തിൻ്റെ അവസ്ഥയിൽ നിന്നും അതിപരിശുദ്ധ സ്ഥലത്തേക്കും പരിശുദ്ധ സ്ഥലത്തേക്കും പിന്നീട് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമുക്ക് സ്നാനപ്പെട്ട് നമ്മുടെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് സ്നാനപ്പെട്ട് ഒപ്പം തന്നെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്ന് പിന്നീട് നമുക്ക് പരിശുദ്ധ സ്ഥലം കടന്ന് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടക്കാൻ തക്കോണം സാധിക്കട്ടെ. അപ്പോൾ ദൈവികമായ അനുഭവത്തിലേക്ക് വരുവാൻ തക്കോണം സാധിക്കട്ടെ. അപ്പോൾ അതാണ് നമുക്ക് ഈ 3 കാര്യമാണ് നമുക്ക് പ്രവചനം അല്ലെങ്കിൽ സമാഗമന കൂടാരവും പ്രവചനം തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്
കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. പ്രതിമക്കളെ, ആ സമാഗമന കൂടാരം എന്ന് പറയുന്നത് നാമുമായി പ്രവചനവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. 1844 ശേഷമുള്ള കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായി നമ്മൾ ഓരോരുത്തരും ഇന്ന് ഭൂമിയിലായിരിക്കുന്നത്. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവം സ്വർഗ്ഗത്തിലില്ലായിരുന്നെങ്കിൽ നമുക്ക് ആർക്കും തന്നെ ഈ ഭൂമിയിൽ നിലനിൽക്കുക അസാധ്യമാണ്. അതുകൊണ്ട് കൃപ പെരുകിയിരിക്കുന്നതുകൊണ്ട് പാപം ചെയ്യുക എന്നോ ഒരു നാൾ വരുതെന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്ന വചനം പോലെ നമുക്കെല്ലാവർക്കും പാപത്തിൽ നിന്നുള്ള ആ വിടുതൽ പ്രാപിച്ചുകൊണ്ട് വിശ്വസ്തതയിലും നീതിയിലും സത്യത്തിൻ്റെ പാതയിൽ നടക്കുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സമാഗമന കൂടാരം ബൈബിൾ പ്രവചനത്തിൽ നിന്നുള്ള ഭാഗം ചിന്തിപ്പാനും അത് മനസ്സിലാക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. തുടർന്നുള്ള ക്ലാസ്സുകളിലും ബാക്കി ഭാഗങ്ങൾ, തുടർന്നുള്ള ദൈവിക സന്ദേശത്തിലും ബാക്കി ഭാഗങ്ങൾ എടുക്കുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, ആശീർവദിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. നമുക്ക് ഈ സമയത്ത് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കരുണയോടെ ഞങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയനാഥ, മനോഹരമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന പിതാവേ, ദൈവമേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശുദ്ധിയിലും വേർപാടിലും കഴിയുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളാരും നഷ്ടപ്പെട്ടവനെ സമ്മതിക്കില്ലേ. കർത്താവായ യേശു ക്രിസ്തു സൃഷ്ടിതാവായി, പ്രവാചകനായി, പുരോഹിതനായി, മഹാപുരോഹിതനായി, രാജാവായി, രാജാതി ഞങ്ങൾക്കുള്ള കൃപയ്ക്കായി സ്തോത്രം. 1844 ശേഷം കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ അതിപരിശുദ്ധ സ്ഥലത്ത് ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടായിരിക്കുന്നല്ലോ പിതാവേ. ദൈവമേ, അപ്രകാരം ഞങ്ങൾ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് വിശുദ്ധി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. കൃപ നിറക്കണമേ. സകല മാനവമുഖത്തും കർത്താവ് എടുക്കണം. യേശു കർത്താവ് നാം ചോദിക്കുമ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നുള്ള ബൈബിൾ ചിന്തയിലും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെയും തുടർന്ന് നിങ്ങൾ പഠിക്കുക. സമാഗമന കൂടാരത്തിൻ്റെ സ്വർഗീയ സമാഗമന കൂടാരം, ഭൗതികമായ സമാഗമന കൂടാരം, ഒപ്പം തന്നെ സമാഗമന കൂടാരത്തിൻ്റെ പശ്ചാത്തലം, ഒപ്പം തന്നെ സമാഗമന കൂടാരത്തിൻ്റെ അസംസ്കൃത വസ്തുക്കൾ നിർമ്മിച്ചത് എങ്ങനെയാണ്, ഒപ്പം തന്നെ സമാഗമന കൂടാരത്തിൻ്റെ ഉപകരണങ്ങൾ, യാഗങ്ങൾ, ഒപ്പം തന്നെ ഉത്സവങ്ങൾ ഇതിനെക്കുറിച്ചെല്ലാം പഠിക്കാൻ തക്കൊണ്ട് ദൈവം നമ്മെ സഹായിച്ചു. തുടർന്നുള്ള ദൈവദിന സന്ദേശത്തിലും ദൈവം കൂടുതലായിട്ട് സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥനയോട് നിർത്തുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.